വില്ലേജ് ലൈറ്റിൻ്റെ ഈ അധ്യായത്തിൽ അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കാൻ ആചാര്യ ചാണക്യൻ നൽകുന്ന തത്വങ്ങൾ ആധുനിക മനഃശാസ്ത്ര വെളിച്ചത്തിൽ വിശകലനം ചെയ്യുകയാണ്. ഇവിടെ നാം 19 മാർഗങ്ങൾ പരിശീലിക്കുന്നു. ഒന്നാമതായി ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. നിന്റെ അസ്വസ്ഥതയുടെ മൂലകാരണം മനസ്സിലാക്കാൻ ശാന്തമായി ചിന്തിക്കുക. തെറ്റായ തീരുമാനമോ ആഗ്രഹങ്ങളോ പ്രവൃത്തികളോ ആണോ കാരണമെന്ന് വിലയിരുത്തുക. രണ്ടാമതായി അച്ചടക്കം പാലിക്കുക എന്നുള്ളതാണ്. ദിനചര്യയിൽ സമയനിഷ്ഠ പിന്തുടരുക. ചാണക്യൻ പറയുന്നു, അച്ചടക്കമില്ലായ്മ മനസ്സിനെ അസ്ഥിരമാക്കുമെന്ന്. മൂന്നാമതായി നല്ല സുഹൃത്തുക്കളെ തേടുക എന്നുള്ളതാണ്. വിശ്വസനീയരും പോസിറ്റീവ് ചിന്താഗതിയുള്ളവരുമായ സുഹൃത്തുക്കളോട് സമയം ചെലവഴിക്കുക. ദുഷ്ട സ്വഭാവമുള്ളവരെ ഒഴിവാക്കുക. നാലാമതായി സമയം ബുദ്ധിപൂർവം ഉപയോഗിക്കുക എന്നുള്ളതാണ്. സമയം പാഴാക്കുന്നത് മനസ്സിൻ്റെ അസ്വസ്ഥത വർദ്ധിപ്പിക്കും. ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അഞ്ചാമതായി ആത്മവിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഭ്രാന്തരാകാതെ നിന്റെ കഴിവുകളിൽ വിശ്വസിച്ച് ശാന്തമായി തീരുമാനങ്ങൾ എടുക്കുക. ആറാമതായി ദിവസവും ശ്വാസപരിശീലനം നടത്തുക എന്നുള്ളതാണ്. ഏഴാമതായി വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഡയറിയിൽ വികാരങ്ങൾ എഴുതുകയോ വിശ്വസ്തനായ സുഹൃത്തിനോട് സംസാരിക്കുകയോ ചെയ്യുക. വികാരങ്ങൾ അടക്കി വയ്ക്കുന്നത് ദോഷകരമാണ്. എട്ടാമതായി ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളതാണ്. മനസ്സിൻ്റെ അസ്വസ്ഥത പലപ്പോഴും ലക്ഷ്യരാഹിത്യത്തിൽ നിന്നാണ്. ചെറിയതും നേടാവുന്നതുമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. ഒൻപതാമതായി പ്രകൃതിയിൽ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. മരങ്ങൾ, ജലാശയങ്ങൾ അല്ലെങ്കിൽ പച്ചപ്പ് എന്നിവയോടൊപ്പം സമയം ചിലവഴിക്കുക. പ്രകൃതി മനസ്സിന് ശാന്തി നൽകും. പത്താമതായി അനാവശ്യ ആഗ്രഹങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, അമിതമായ ആഗ്രഹങ്ങൾ മനസ്സിനെ അലട്ടുമെന്ന്. ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക. 11ാമതായി ദിവസവും ധ്യാനം പരിശീലിക്കുക എന്നുള്ളതാണ്. 12ാമതായി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പുതിയ അറിവ് നേടുക. പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യം പഠിക്കുക. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ജ്ഞാനം മനസ്സിനെ ശക്തിപ്പെടുത്തും. 13ാമതായി ശാരീരിക പ്രവർത്തനം. 10-15 മിനിറ്റ് നടക്കുക, യോഗ ചെയ്യുക അല്ലെങ്കിൽ ലഘുവ്യായാമം ചെയ്യുക. ശരീരത്തിൻ്റെ ചലനം മനസ്സിൻ്റെ അസ്വസ്ഥത കുറയ്ക്കും. 14ാമതായി നന്ദിയുള്ള കാര്യങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ എഴുതുകയോ ഓർക്കുകയോ ചെയ്യുക. നന്ദി മനസ്സിനെ സന്തോഷിപ്പിക്കും. 15ാമതായി ക്ഷമ പഠിക്കുക. ചാണക്യൻ ക്ഷമയെ വലിയ ശക്തിയായി കണക്കാക്കുന്നു. പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കാതെ ശാന്തമായി കാത്തിരിക്കുക. 16ാമതായി അനാവശ്യ ബന്ധങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മനസ്സിനെ അലോസരപ്പെടുത്തുന്ന വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുക. ചാണക്യനീതി പറയുന്നു, ദുഷ്ടസഹവാസം ദുഃഖത്തിന് കാരണമാകുമെന്ന്. 17ാമതായി സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. സ്വന്തം പ്രവൃത്തികളിലും ചിന്തകളിലും സത്യസന്ധത നിലനിർത്തുക. ഇത് മനസ്സിൻ്റെ ഭാരം കുറയ്ക്കും. 18ാമതായി പ്രശ്നങ്ങൾ ലളിതമാക്കുക എന്നുള്ളതാണ്. സങ്കീർണമായ പ്രശ്നങ്ങളെ ചെറിയ ഭാഗങ്ങളാക്കി വിഭജിച്ച് ഓരോന്നായി പരിഹരിക്കുക. ചാണക്യൻ്റെ തന്ത്രം പ്രശ്നങ്ങളെ യുക്തിപൂർവം നേരിടാൻ ഉപദേശിക്കുന്നു. 19ാമതായി സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ചെറിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന് ഒരു നല്ല പ്രവൃത്തി ചെയ്യുക. ഇത് മനസ്സിന് സന്തോഷവും ലക്ഷ്യബോധവും നൽകും. വില്ലേജ് ലൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.